എല്ലാ പാലിനും റണ്ണർ കാര്യങ്ങൾ ഫുള്ള് എന്ത് ചെയ്ത് കംപ്ലീറ്റ് അട്ടിയിട്ടിട്ട് എല്ലാ ഭാഗങ്ങളും അത്യാവശ്യം നല്ല വൃത്തിൻ്റെ സമയം നോക്കുകയാണെങ്കിൽ 12 മണിയായപ്പോൾ 9 മണിക്ക് ഞങ്ങൾ തുടങ്ങിയത്. നോക്കിയായിരിക്കുള്ള കല്ല് എങ്ങനെയുണ്ട്? കല്ല് സൂപ്പറല്ലേ? നോക്കുകയാണെങ്കിൽ കല്ലിൻ്റെ ഇരുമ്പ് അല്ലേ? ഈ ഒരു ഗ്യാപ്പൊക്കെ നോക്കാം. ഈ ഒരു ഗ്യാപ്പ് ഇങ്ങനെ വെച്ച് കൊടുക്കട്ടോ. അത്ര വേണ്ട, അത്രയല്ല. ഇതേമാതിരിക്കും ഒരു ചെറിയൊരു ഗ്യാപ്പ് ഇങ്ങനെ നിർത്തി കൊടുക്കും, ഒന്ന് വലിയാൻ വേണ്ടിയിട്ടല്ല. അപ്പോൾ മക്കളാ സൈഫാക്ക് ഇങ്ങനെ അവിടെ പൊളിക്കട്ടാ. അപ്പോൾ ഞാനിങ്ങനെ മറ്റേ താഴത്ത് ആണി കുറച്ച് സെറ്റാക്കണം. മാഷാഅല്ലാഹ് എല്ലാ ഭാഗങ്ങളും നല്ലോണം എന്തായിട്ടുണ്ട്, നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ. പിന്നെ ചിലവർക്ക് സംശയം ഉണ്ടാവും, ഈ കല്ലിൻ്റെ ഭാഗത എന്താ ഇവിടെ താന്ന് നിൽക്കുന്നത്, ഇവിടെ കനം കൂടുതലല്ലേ ഈ കോൺക്രീറ്റിൻ്റെ, അതെന്താണെന്ന് അറിയാം. ഈ കല്ല് പൊളിക്കാതിരിക്കാൻ വേണ്ടി ചെയ്താട്ടെ. ജനലിൻ്റെ ഭാഗത്തൊക്കെ ഉണ്ടാവും, അവിടെയൊക്കെ കണ്ടില്ല, ജനലിൻ്റെ ഉള്ളിൽ ജനലിൻ്റെ ഭാഗത്തൊക്കെ ഉണ്ടാവും. എന്താ പറയുക, കല്ല് പൊളിക്കണ ബലം കുറവ്, ക്രാക്ക് വരും. അപ്പോൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അത് 2 ഇഞ്ച് തൂക്കി അടിച്ചാൽ മതി. പണി എടുക്കുമ്പോൾ ലേസൊരു പണി ഉണ്ടാവുന്നുള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നും. അപ്പോൾ നല്ല വൃത്തിയുണ്ട് കേട്ടോ. പറയുമ്പോൾ ഇതൊരു തുള്ളി മഴ കൊള്ളാതെ കറണ്ട് ഇല്ലാതെ വാർത്ത സഹിച്ചാട്ടോ. ഒരു തുള്ളി കറണ്ട് ഉണ്ടായിട്ട് കണ്ടില്ല നിങ്ങൾ. എല്ലാ ഭാഗങ്ങളും അത്യാവശ്യം നല്ല സെറ്റപ്പായിട്ട് വൃത്തിയിലുണ്ട് കേട്ടോ. ഈ ജനൽ തൂക്കിയടിച്ചിന്, ഈ ജനൽ തൂക്കിയടിച്ചിന്, എല്ലാ ജനലും അങ്ങനെ തൂക്കിയടിച്ച് വിട്ടാൽ മതി. പക്ഷേ കുറച്ച് പലകാവും, അത്രേ ഉള്ളൂ. എന്താ പറയുക, ഞാനിങ്ങനെ അട്ടി ഇങ്ങനെ ഇട്ട് ഫുള്ള് സെറ്റപ്പാക്കുകയാണ്. അതേപോലെ തന്നെ സൈബാക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഇങ്ങനെ ആണിയർച്ച് വിടുന്നുണ്ട് കേട്ടോ. അട്ടിയും ഞാൻ കൊടുന്ന് ഇന്നേമാർക്ക് വെക്കണം, പിന്നെ ആണിയർച്ച് കൊടുക്കണം, ഇടയ്ക്കിടയ്ക്ക് പിന്നെ ചുരണ്ടി കൊടുക്കണം. അങ്ങനെ ഓരോരോ പണികളായിട്ട് ഇങ്ങനെ തീർക്കട്ടോ. ഒക്കെ സെറ്റിൽ നമ്മൾ അട്ടി ഇങ്ങനെ ഉണ്ട്. അട്ടി ഇടുമ്പോൾ നമ്മൾ എല്ലാവരും ചെയ്യുന്നതാണ്. അട്ടി ഇടുമ്പോൾ ക്രോസ് ബാർ ഇടുക, നീളാനിടുക, ഇങ്ങനെ നീട്ടിയിട്ട് ഇവിടേക്ക് ചെറിയൊരു ഗ്യാപ്പൊക്കെ നോക്കാം. ചെറിയൊരു ഗ്യാപ്പ് ഇങ്ങനെ വെച്ച് കൊടുക്കട്ടോ. അത്ര വേണ്ട, അത്രയല്ല. ഇതേമാതിരിക്കും ഒരു ചെറിയൊരു ഗ്യാപ്പ് ഇങ്ങനെ നിർത്തി കൊടുക്കും, ഒന്ന് വലിയാൻ വേണ്ടിയിട്ടല്ല. ഓക്കെ, അങ്ങനെ ഉണ്ട്, സെറ്റല്ല മക്കളെ. ഞങ്ങളെ പൊളി ഇങ്ങനെ ഏകദേശം കഴിഞ്ഞ് അട്ടിയിടലൊക്കെ ഏകദേശം ആയപ്പോഴാ 2 ആൾക്കാർ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട്. ആ ഉത്തർച്ചി നോക്കിയായിരിക്കുള്ള കല്ല് എങ്ങനെയുണ്ട്? കല്ല് സൂപ്പറല്ലേ? നോക്കുകയാണെങ്കിൽ കല്ലിൻ്റെ ഇരുമ്പ് അല്ലേ? സെറ്റാണ്. ഓ, എവിടെ എന്താ പാട് കല്ലേ? ആവൂ സൂപ്പർ അല്ലേ? എന്താ ഇൻഷാല്ലാ. അപ്പോൾ ഇഴുത്തി വളരെ അർജൻറ്റാട്ടാ. മറ്റേതേ പുതിയ ഐറ്റം ഇട്ട് കണ്ടുപിടിച്ചാൽ കംപ്ലൈൻറ്റ് വരാത്ത ഇട്ടി. മറ്റേ എല്ലാ ഇട്ടിയും കംപ്ലൈൻറ്റ് ആവുകയാണ്. 2 ബക്കൽ വെക്കുമ്പോഴത്തിന് കംപ്ലൈൻറ്റ് ആവുകയാണ്. എന്തായാലും നല്ല കല്ലറ്റ് പണിയെടുത്തത്. ആ ആയിക്കോട്ടെ. 3 ഇട്ടിയും കട്ടപ്പുറത്താണെന്ന് പറഞ്ഞത്. ഫുള്ള് പല അട്ടിയിട്ട് കറക്റ്റായി കഴിഞ്ഞിട്ടാണ്. എല്ലാ പലയും റണ്ണർ കാര്യങ്ങൾ ഫുള്ള് എന്ത് ചെയ്ത് കംപ്ലീറ്റ് അട്ടിയിട്ടിട്ട് എല്ലാ ഭാഗങ്ങളും അത്യാവശ്യം നല്ല വൃത്തിൻ്റെ സമയം നോക്കുകയാണെങ്കിൽ 12 മണിയായപ്പോൾ 9 മണിക്ക് ഞങ്ങൾ തുടങ്ങി. ഏകദേശം 12 മണിയായപ്പോൾ ഫുള്ള് ഞങ്ങൾ രണ്ടാളോട് കംപ്ലീറ്റ് വൃത്തിയാക്കി അട്ടിയിട്ട് എല്ലാം സെറ്റായി കൊടുത്തിട്ടാണ്. ഫുള്ള് ഒരു കച്ചറി ഓടിയ ഫുള്ള് അട്ടിമ കയറ്റി. അപ്പോൾ നമ്മൾ ആത്മാർത്ഥത പണിയെടുത്താൽ ഇതാ ശരിക്ക് വളരെ കുറഞ്ഞ സമയം കൊണ്ട് എന്ത് ചെയ്യുക, കൂടുതൽ പണിയെടുക്കാൻ കഴിയുമെന്നുള്ളതാണ് അതിൻ്റെ സാരട്ടാ. നോക്കാം പരമാവധി ഇതേപോലെ എന്തെങ്കിലും പായിട്ടാണ്ട് മൂടിയിട്ട് ശ്രദ്ധിക്കാൻ വേണ്ടി ശ്രമിക്കട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഓക്കെ.